ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിലൂസ്. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ പാൽപ്പൊടി എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നതാണ്. അല്പം ക്ഷമയുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഹെൽത്തി ആയിട്ട് നമുക്ക് പാൽപ്പൊടി തയ്യാറാക്കാം. ഇതിനു വേണ്ടി നമ്മുടെ വീട്ടിൽ ബാലൻസ് വരുന്ന പാല് മാത്രം മതി, പിന്നെ കുറച്ച് ക്ഷമയും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ആദ്യം നമുക്ക് പാലൊന്ന് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഞങ്ങളിത് കുപ്പിപ്പാൽ വാങ്ങുന്നതാണ്. അപ്പം വാങ്ങുന്ന പാലായതുകൊണ്ട് പാക്കറ്റ് പാലല്ല, നമ്മൾ അടുത്തുള്ളൊരു വീട്ടിൽ നിന്ന് വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അരിച്ചാണ് പാലെടുക്കുന്നത്. ഇപ്പം നമ്മളിവിടെ 2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. 2 ലിറ്റർ പാലും ഒന്ന് അരിച്ചെടുക്കാം നന്നായിട്ട്. നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം പാൽ തിളപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇവിടെ ഇപ്പം ഞങ്ങൾ നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇതാകുമ്പോൾ അടിയിൽ പിടിക്കത്തില്ല. മറ്റല്ലാതുള്ള നമ്മുടെ സ്റ്റീലിൻ്റെ പാത്രമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് വേണം തിളപ്പിച്ചെടുക്കാനുള്ളത്. പാല് ഏകദേശമൊക്കെ തിളച്ച് വരാറായിട്ടുണ്ട്. ഇത് നമ്മൾ കൈ എടുക്കാതെ തന്നെ വേണം ഇളക്കിക്കൊണ്ടിരിക്കാനുള്ളത്. അടിയിൽ പിടിക്കരുത്, ഒട്ടും അടിയിൽ പിടിക്കാതെ വേണം ഇളക്കാനുള്ളത്. ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ ചില ദിവസങ്ങളിൽ പാല് തോനെയും ബാക്കി വരും. അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ നമുക്കിത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പാൽപ്പൊടി. അങ്ങനെ പാൽപ്പൊടി ഉണ്ടാക്കി വെച്ചിരുന്നാലും നമ്മുടെ വീട്ടിൽ പാലില്ലാതെ വരുന്ന സമയങ്ങളിൽ നമുക്ക് പാൽപ്പൊടി ഉപയോഗിക്കാൻ പറ്റും. സാധാരണ ബാക്കി വരുന്ന പാല് കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പം ഞാൻ ബാക്കി വന്ന പാലല്ല, ഇതിപ്പം ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് 2 ലിറ്റർ പാല് എടുത്തു വെച്ചതാണ്. അതാണിപ്പോൾ ഉണ്ടാക്കുന്നത്. പാല് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം, ഒരു 2 ടേബിൾ സ്പൂൺ. നമ്മൾ ഡയറക്റ്റായിട്ട് ഇപ്പോൾ ഈ തിളയ്ക്കുന്ന പാലിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കട്ട കിട്ടും, അത് നന്നായിട്ട് അലിഞ്ഞു ചേരത്തില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം ഒരു ബൗളിലേക്ക് വേണം ഈ കോൺഫ്ലോർ ഇട്ടിട്ട് ഈ നമ്മുടെ ഈ ചൂടായി ഈ പാലൊഴിച്ച് പതിയെ മിക്സ് ചെയ്ത് വേണം എടുക്കാൻ. എന്നിട്ട് അത് വേണം നമ്മൾ ഈ പാലിലേക്ക് ഇട്ട് കൊടുക്കാൻ. അത് കാണിച്ചു തരാം എങ്ങനെയാണ്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ തിളപ്പിച്ച പാലിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിൽ നിന്ന് വേണം ഈ കോൺഫ്ലവർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാലെടുക്കാൻ. ഇതെടുത്തിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് വേണം മിക്സ് ചെയ്യാനുള്ളത്. കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുന്നത്. വേണ്ട, ഇങ്ങനെ നന്നായിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് കട്ട കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കോൺഫ്ലവർ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, കട്ടയൊന്നും കെട്ടിയിട്ടില്ല. ഇനി ഇത് നമുക്ക് പതിയെ തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലവർ നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. കൈ എടുക്കാതെ തന്നെ വേണം ഇനി ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. കൈ എടുത്തു കഴിഞ്ഞാൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് പിടിക്കില്ല, എന്നാൽ പോലും നമ്മൾ കൈ എടുക്കാതെ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. കണ്ട് ഇളക്കുമ്പോൾ കണ്ട പാനിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. ഇത് പക്ഷെ കുറച്ചും കൂടെ ഇനിയും കുറുകാനുണ്ട്. നന്നായിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. നമ്മുടെ പാലിപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ദാണ്ട പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന കണ്ടില്ലേ. ഇതാണ് നമ്മുടെ പാൽപ്പൊടി ഉണ്ടാക്കാനുള്ള പാല് കുറുക്കി എടുക്കുന്നതിൻ്റെ പരുവം. ഇനി നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കുറുക്കിയെടുത്ത് ഈ പാല് നമുക്കിനി ഒരു ഓവൻ്റെ ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. ഓവനിൽ വെച്ചിട്ടാണ് ഇനി ബാക്കി ചെയ്യുന്നത്. ഓവൻ ഇല്ലാത്തവർക്ക് നമുക്ക് ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രത്തിൽ വല്ലതും നിരത്തി വെച്ചിട്ട് സൂര്യപ്രകാശത്തിൽ വെച്ചാലും മതി. ഇതിപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഓവനിലാണ്. ഇനി നമുക്കിത് ഓവൻ്റെ ഒരു ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. ഓവൻ്റെ ട്രേയിൽ വെക്കുമ്പോൾ നന്നായിട്ട് നിരത്തി വെക്കണം. നല്ല കട്ടി കുറച്ച് നിരത്തി വെക്കാം. ഇതെല്ലാം കൂടെ വെച്ചിട്ട് നിരത്തിയെടുക്കാം. ഇപ്പോഴത്തെ പാല് മൊത്തം നമ്മൾ ഈ ഓവൻ്റെ ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കണം. കട്ടിയില്ലാതെ എല്ലാ സൈഡിലേക്ക് മാറ്റി കട്ടി കുറച്ചിട്ട് വേണം ഓരോ സൈഡിലേക്ക് പരത്തി കൊടുക്കാൻ. ഈ ട്രേ മൊത്തത്തിലങ്ങ് കവർ ചെയ്ത് പരത്തിയെടുക്കാം. കട്ടി ഒട്ടും വേണ്ട. ഇങ്ങനെ ഓരോ സൈഡിലായിട്ട് കട്ടി കുറച്ച് കട്ടിയുള്ള ഭാഗം ഉണ്ടെങ്കിൽ ഇങ്ങനെ മാറ്റി കൊടുത്ത് ഈ ഒരു ട്രേ മൊത്തത്തിൽ നമുക്ക് കവർ ചെയ്തെടുക്കാം. കട്ടിയുള്ള ഭാഗത്ത് നിന്ന് കുറച്ച് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. ഇത് നമ്മൾ ഈ പാല് മൊത്തം എല്ലായിടും നിരത്തി കൊടുത്തിട്ടുണ്ട്.
എല്ലാ ഭാഗത്തേക്കും നല്ലതുപോലെ നിരത്തി കൊടുത്തിട്ടുണ്ട്. കട്ടിയില്ലാതെയാണ് നിരത്തി കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കാണെങ്കിൽ ഇതൊന്ന് ഓരോ ലൈൻ ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നതിന് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ക്രോസ് ആയിട്ടും കൂടെ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഓവനിൽ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ വെക്കുന്നത്. ടൈം വെക്കുന്നത് 10 മിനിറ്റുമാണ്. കാരണം 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കണം ഇത് എത്രത്തോളം റെഡി ആയിട്ടുണ്ടെന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 10 മിനിറ്റ് വെക്കുന്നത്. അത് കഴിഞ്ഞ് വേണമെങ്കിൽ വീണ്ടും വെച്ച് കൊടുക്കാം. ടൈം 10 മിനിറ്റാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ടെമ്പറേച്ചർ 100, ടൈം 10 മിനിറ്റ്. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്നും കൂടെ ഒന്ന് എടുത്ത് നോക്കണം ഇത് എത്രത്തോളം ആയിട്ടുണ്ടെന്നുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു 10 മിനിറ്റ് കൂടെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളിത് വെച്ചിട്ട് ഇനി നമുക്ക് ഈ ട്രേ ഒന്ന് എടുക്കാം, പുറത്തേക്ക് എടുക്കാം. ഇനി പക്ഷേ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് തിരിച്ചൊന്നും കൂടെ ഓവനിൽ വെക്കണം. എന്നാലേ കുറച്ചും കൂടെ റെഡി ആവുള്ളൂ. അകം ഒന്നും നന്നായിട്ട് വെന്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുന്നത്. അതുകൊണ്ട് എല്ലായിടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട്. ഇനി നമുക്ക് വീണ്ടും ഇത് തിരിച്ച് ഓവനിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്ത് ഒന്നും കൂടെ ഒന്ന് വീണ്ടും കട്ടി ഉറച്ച് പരത്തിയിട്ട് വേണം നമുക്കിനി വീണ്ടും ഓവനിൽ വെച്ച് കൊടുക്കാൻ. നമ്മൾ ആദ്യം വെച്ചതുപോലെ തന്നെ ഒന്നും കൂടെ ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കാം. ലൈൻ ഇട്ട് കൊടുത്തിട്ട് വേണം തിരിച്ച് വീണ്ടും ഓവൻ വയ്ക്കാൻ. ഇനി നമുക്ക് വീണ്ടും ഇത് ഓവനിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. ടെമ്പറേച്ചർ അതുപോലെ തന്നെ 100 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് ഒന്നും കൂടെ വെച്ച് കൊടുക്കാം. നമുക്ക് ഓവനും തുറന്ന് നോക്കാം. ഇത് ഇടയ്ക്ക് 1-2 പ്രാവശ്യം കൂടെ ഞാൻ എടുത്ത് ഒന്ന് ഇളക്കി വെച്ച് കൊടുത്തിരുന്നു. ഇത് ഇപ്പോൾ ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ആയിട്ടുണ്ട് ഇത് വെച്ചിട്ട്. ഏകദേശം 1 മണിക്കൂറോളം എടുക്കും ഇത് കംപ്ലീറ്റ് ആയിട്ട് സെറ്റായിട്ട് വരാം. ഈ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്. ഇനി ഒരു പ്രാവശ്യം കൂടെ നമുക്കൊന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വെച്ച് കൊടുക്കണം. അതുകൊണ്ട് ഇത് ഇളക്കി കാണിക്കാം ഒന്നും കൂടെ. അതുകൊണ്ട് ഇത്ര ആയിട്ട് പോലും നേരെ ആയിട്ടില്ല. നല്ലതുപോലെ ഡ്രൈ ആയി വരണം. നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുന്ന വിധത്തിൽ ഡ്രൈ ആയി വരണം. അപ്പോൾ ഇത് എനിക്ക് ഒന്ന് കുറച്ച് സമയം കൂടി ഇത് ഒന്ന് വെക്കേണ്ടി വരും എന്തായാലും. ഇത് മൊത്തത്തിൽ ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് പരത്തി നമുക്ക് വീണ്ടും വെച്ച് കൊടുക്കാം. അതുകൊണ്ട് ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് മിക്സിയിൽ പൊടിക്കാനുള്ള പരുവമായിട്ടില്ല. ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആയി കിട്ടിയാലേ മിക്സിയിൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. വലിയ കട്ടകളായിട്ടുള്ള പീസുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് ചെറുതാക്കി കൊടുക്കണം. എന്നിട്ട് ഇനി നമുക്ക് പഴയതുപോലെ പരത്തി വെക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഇത്ര കട്ടിയായിട്ട് വന്നിട്ടുള്ളതുകൊണ്ട് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. പക്ഷെ വലിയ കട്ടകൾ ഉണ്ടാവാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണേ. നമുക്കൊന്നും കൂടെ ഓവനിൽ വെച്ച് കൊടുക്കുക ഒരു 10 മിനിറ്റ് സമയത്തേക്കും കൂടെ. നമുക്ക് ഓവൻ ഒന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂറോളം ആയിട്ടുണ്ട്. അതായത് നമ്മൾ ഫസ്റ്റ് വെച്ചില്ലേ അന്നേരം മുതൽ ഇടയ്ക്കിടയ്ക്കൊന്ന് എടുത്ത് നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പം പരുവായിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. ഇതാണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. നമ്മളിങ്ങനെ ഇളക്കുമ്പോഴത്തേക്ക് കിലുകില എന്നുള്ളൊരു ശബ്ദം കേൾക്കാൻ പറ്റും.
ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് വേണം പൊടിച്ചെടുക്കാനുള്ളത്. കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇടുന്നത്. വേണ്ട, പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. രണ്ടായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. നമുക്കിതിന് മിക്സിയിലോട്ട് വെച്ച് പൊടിച്ചെടുക്കാം. ഇതിനെ ഒന്ന് തുറന്ന് നോക്കാം. എന്താണ്ട് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിൻ്റെ അത്ര ഒരു വൈറ്റ് കളർ അല്ല കേട്ടോ കിട്ടുന്നത്, ഒരു ലൈറ്റ് യെല്ലോ കളറാണ് കിട്ടുന്നത്. വേണ്ടേ, വീഡിയോയിൽ കുറച്ചും കൂടെ വെള്ളയാണ് കാണുന്നത്, പക്ഷെ അത്ര വെള്ളയല്ല കേട്ടോ, കുറച്ചും കൂടെ ഒരു ലൈറ്റ് യെല്ലോ ആയിട്ടാണ് കിട്ടുന്നത്. ഇതിനൊരു ബൗളിലേക്കൊന്ന് മാറ്റി കാണിക്കാൻ. നമ്മുടെ പൊടി ഇപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വേണ്ടേ, ഒരു ലൈറ്റ് യെല്ലോ കളറ്, പക്ഷേ ടേസ്റ്റ് നമ്മുടെ പാൽപ്പൊടിയുടെ അതേ ടേസ്റ്റ് തന്നെ കേട്ടോ. ഇനി ഞാനിവിടെ കട്ടൻ ചായ ഇട്ട് വെച്ചിട്ടുണ്ട്, അതിൽ ഈ പാൽപ്പൊടി ഇട്ടൊന്ന് കാണിച്ചു തരാം. വേണ്ടോ, ഒരു സ്പൂൺ പാൽപ്പൊടി എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. നമ്മുടെ പാല് വെച്ച് ആക്കുന്ന കണക്ക് തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള കളറായിട്ടുണ്ട് ചായക്കാണ്. നിങ്ങൾ ഇതുപോലെ വീട്ടിലൊക്കെ ഇങ്ങനെ പാൽപ്പൊടിയൊക്കെ തയ്യാറാക്കി നോക്കിയിട്ടുള്ളവരാണ് ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ശരിക്കും പറഞ്ഞാൽ റെഡിയാക്കി എടുക്കാൻ കുറച്ച് കഷ്ടപ്പാടുണ്ട്, ഒരുപാട് സമയം വേണം. ഒരു 1.5 മണിക്കൂറോളം ഇതിൻ്റെ പുറകെ നിന്നിട്ടാണ് ഇതൊന്ന് റെഡിയാക്കി എടുക്കുന്നത്. നമുക്ക് കഷ്ടപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ, അതായത് ഒന്ന് മെനക്കെടാൻ തയ്യാറാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് കേട്ടോ ഈ പാൽപ്പൊടി.